ശ്രീ എൽദോസ് പി കുന്നപ്പള്ളിൽ, അങ്ങക്ക് 7 മിനിറ്റ് സംസാരിക്കും. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. ഇവിടെ സംസാരിക്കുന്ന ഭരണപക്ഷം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ വിജയവും UDF വലിയ പരാജയവും സംഭവിച്ചു എന്ന രീതിയിലാണ്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ CPM യോഗത്തിൽ നേതാക്കൾ വിമർശനങ്ങളെ അവഗണിച്ചാൽ തിരിച്ചടി ആവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ മനോരമയിലുണ്ട് CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്ക് വിമർശനം, ഭരണവിരുദ്ധ വികാരമെന്ന് റിപ്പോർട്ട്. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ഈ നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഇടതുപക്ഷ അംഗങ്ങൾ മാത്രമല്ലാതെ നിങ്ങളെ അനുകൂലിക്കുന്ന ആരും ഈ സംസ്ഥാനത്തുണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക. യാക്കോബായ സുറിയാനി സഭയുടെ ഒരു ബിഷപ്പ് ഗീവർഗീസ് കൂറിലോസ്, അദ്ദേഹത്തെ ഒരു സഖാവ് ബിഷപ്പ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇടതുപക്ഷ അനുഭാവിയാണ് അദ്ദേഹം. ഒരു ചുമന്ന ലോഹ ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു മാർക്സിസ്റ്റുകാരനാണെന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഈ റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള കുറിപ്പ് വളരെ ചെറിയൊരു കുറിപ്പാണ്. അത് ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി CPM നശിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. CPM എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അത് ഒരു യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മത സാമുദായിക സംഘടനകളെ അതിർവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ്. BJPയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാസിസത്തിനെയും എതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിൻ്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് സാർ. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇനിയും വലിയ തിരിച്ചടികൾ ആയിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്ക് എത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തലാവരുത്. രോഗം ആഴത്തിലുള്ളതാണ്. ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും, ലക്ഷ്യസ്ഥാനത്തെത്തില്ല. സാർ, ഇതിന് മുഖ്യമന്ത്രി പരിഹസിച്ചത് എങ്ങനെയാണ്? ഇത് നിങ്ങൾ KPCC പ്രസിഡന്റിനെ പരിഹസിച്ചല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷങ്ങൾ ഉണ്ടാകും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇന്ന് പുതിയ മന്ത്രിയായി ബഹുമാനപ്പെട്ട OR കേളുവിനെ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ബഹുമാനപ്പെട്ട മുൻ K രാധാകൃഷ്ണൻ ഒഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വകുപ്പിലുണ്ടായിരുന്ന പാർലമെൻ്റ് കാര്യ വകുപ്പ് MP രാജേഷിനും മുൻപ് മന്ത്രി കൈവശം വെച്ചിരുന്ന ദേവസ്വം വകുപ്പ് വാസവനും, എല്ലാ വകുപ്പും ഇങ്ങനെ വാസവന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന പോലെ പപ്പയുടെ സ്വന്തം വാസവൻ എല്ലാ വകുപ്പും കൈകാര്യം ചെയ്യുന്നു. എന്തുമാകട്ടെ, ഞാൻ ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടന്നവരെ സാർ ഇവിടെ ഇന്ന് വ്യവസായത്തെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിൽ ഏറ്റവും കൂടുതലുള്ള വ്യവസായമാണ് സാറേ പ്ലൈവുഡ് വ്യവസായം. 350-ലധികം പ്ലൈവുഡ് കമ്പനികളും 150 പീലിംഗ് യൂണിറ്റും 100-ലധികം അറക്കമില്ലുകളുമുണ്ട്. സാർ, വളരെയധികം പ്രതിസന്ധിയിലാണ് ഇന്ന് ഇത് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ മൊത്തമുള്ള ഭൂമിയുടെ 35-40% മാത്രമാണ് ആ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള സ്ഥലമൊക്കെ കവറേജ് ഏരിയ ആയിട്ട് 35-40% മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഭൂമിക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ 2 ഏക്കർ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ വളരെ പരിമിതമായ സ്ഥലത്ത് ഒരു 70 സെൻറ്റ് സ്ഥലത്ത് മാത്രം 2 കോടി മുടക്കിയാൽ 70 ലക്ഷം രൂപയ്ക്കുള്ള
സ്ഥലത്ത് മാത്രമാണ് ഈ വ്യവസായം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാക്സിമം ഭൂമി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം സാർ. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം GST കിട്ടുന്നതാണ് ഈ പ്ലൈവുഡ് കമ്പനികളിൽ നിന്ന്. ഏറ്റവും അധികം ഭാരവണ്ടി വരുന്ന അവിടെയാണ്. പക്ഷേ അവിടുത്തെ റോഡുകളെല്ലാം മോശമാണ്. അപ്പോൾ വ്യവസായങ്ങൾ കടന്നു വരുന്ന സ്ഥലങ്ങളിൽ റോഡുകൾ അടിസ്ഥാനപരമായി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള നയപരമായ സമീപനം ഈ സർക്കാർ എടുക്കണം. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 10 സ്ഥലങ്ങളിൽ വലിയ തീപിടുത്തം ഉണ്ടായി പെരുമ്പാവൂരിൽ തന്നെ. ഈ 10 സ്ഥലങ്ങളിൽ ഫയർ സ്റ്റേഷൻ കൃത്യമായി വന്ന് പ്രവർത്തിച്ചില്ല. നല്ലൊരു ഫയർ സ്റ്റേഷൻ ഇല്ല എന്നുള്ളത് ഈ വ്യവസായ മേഖലയ്ക്ക് വലിയ ഭീഷണിയാണ്. വെറുതെ വന്നുകൊണ്ട് വെള്ളം ചീറ്റിച്ചുകൊണ്ടുള്ള പരിപാടികൾ നിർത്തിയിട്ട് വിദേശ രാജ്യങ്ങളിലെ പോലെ പൗഡർ സ്പ്രേ ചെയ്യുന്ന രീതിയിലേക്ക് തീപിടുത്തം പെട്ടെന്ന് അണയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റാണ് റബ്ബർ തടി എന്ന് പറയുന്നത്. ഈ റബ്ബർ തടി കയറ്റി വരുന്ന വാഹനങ്ങളെ പിടിക്കുന്നു. എന്നിട്ട് 50,000 80,000 പിഴ അടിക്കുന്ന വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കട്ടെ. ഇതിലൊക്കെ ഒരു തൊഴിലാളികളെയും വ്യവസായികളെയും സഹായിക്കുന്ന ഒരു നയപരമായ സമീപനം ഗവൺമെൻറ് വീണ്ടും എടുക്കണം. അതോടൊപ്പം തന്നെ അറിയാം 100,000-ലധികം അതിഥി തൊഴിലാളികളുണ്ട് പെരുമ്പാവൂർ. ഈ അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി സോപ്മ പ്ലൈവുഡ് ഓണേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അവരുമായി സഹകരിച്ച് ഒരു അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സൗഹൃദ ആശുപത്രി കൊണ്ടുവരുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ഭാരവണ്ടികൾ ഈ ചരക്കുകളുമായി വരുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ്. ഈ വാഹനങ്ങൾ തിരിച്ചു പോകുന്നത് കാലിയായിട്ടാണ് പോകുന്നത്. കാലിയായ വാഹനങ്ങളെല്ലാം പെരുമ്പാവൂരിലേക്ക് വരികയാണ്. പെരുമ്പാവൂരിൽ വന്ന് 350, 400, 500 ലോഡ് പ്ലൈവുഡുമായിട്ടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ലോറി ഡ്രൈവേഴ്സിന് അടിസ്ഥാനപരമായ സൗകര്യങ്ങളില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ കാര്യത്തിലും ഗവൺമെൻറ് കൂടുതൽ താല്പര്യം എടുക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഒരു ബിൽഡിംഗ് കോഡില്ല, ബിൽഡിംഗ് ആക്ട് ഇല്ല. നമ്മുടെ ആക്ട് എന്ന് പറയുന്നത് സെൻട്രൽ ആക്റ്റാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബിൽഡിംഗ് ആക്ട് നിലവിലുണ്ട്. ഈ ബിൽഡിംഗ് ആക്ട് നിലവിലുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് ആക്ടിന് അനുസൃതമായ രീതിയിൽ ഈ ഭൂമിയുടെ സൗകര്യങ്ങൾ ലഭ്യത ഒക്കെ അനുസൃതമായ രീതിയിൽ തന്നെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഒരു 1000 സ്ക്വയർ മീറ്ററിൻ്റെ ഒരു കെട്ടിടം പണിയാണെങ്കിൽ അതിന് 1.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് വേണം. അതോടൊപ്പം തന്നെ 20,000 ലിറ്റർ ഓവർഹെഡ് വാട്ടർ ടാങ്ക് അതിന് വേണം. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ 50 ലക്ഷം രൂപയുള്ള ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട് വെറുതെ മുടക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്കൊരു ബിൽഡിംഗ് കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വളരെ നല്ലതാണ് സാർ. അതോടൊപ്പം സാമൂഹിക സുരക്ഷ രംഗത്ത് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് സാർ. സാർ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആശ്വാസകിരണം പദ്ധതി സാർ. ആശ്വാസകിരണം പദ്ധതി പ്രതിദിനം 20 രൂപയാണ് ആശ്വാസകിരണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർധരരെ പരിചരിക്കുവാനുള്ള തുച്ഛമായ ആനുകൂല്യം 27 മാസമായിട്ട് നിലച്ചിരിക്കുന്നു സാർ. 1.15 ലക്ഷം 1,15,000 പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ആശ്വാസകിരണത്തിലൂടെ പണം കൊടുക്കാനുള്ളത് സാർ. ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട തുച്ഛമായ തുക നമുക്ക് കൊടുക്കാൻ കഴിയണം സാർ. പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന, അംഗപരിമിതരെ സഹായിക്കുന്ന, ഓട്ടിസം ബാധിച്ച ആളുകളെ സഹായിക്കുന്ന, ഹീമോഫീലിയകളെ സഹായിക്കുന്ന ഒരു നല്ലൊരു നിലപാടിലേക്ക്. പെൻഷൻ അല്ല സാർ അവർക്ക് വേണ്ടത്. ദുർബലരായ ആളുകൾക്ക് പെൻഷൻ അല്ല, അവർക്ക് ശമ്പളം കൊടുക്കണം സാർ. ഒരു LD ക്ലർക്കിന് കൊടുക്കുന്ന ശമ്പളമെങ്കിലും ഒരു കഴിവില്ലാത്ത, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് നടക്കാനുള്ള ഒരു നയപരമായ മാറ്റം ഈ ഗവൺമെന്റ് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുന്നു.